ഹലോ, എല്ലാവർക്കും സുഖല്ലേ? കുറേ കാലമായല്ലോ എന്നെ കണ്ടിട്ടില്ലേ? കുറേ ദിവസമായി ഞാൻ വ്ളോഗ് ഇട്ടിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വ്ളോഗ് ഇടാൻ എനിക്ക് ഭയങ്കര മടി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അത്ര വ്ളോഗിൻ്റെ ആളൊന്നല്ല. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു, ഹോളിയൊക്കെ വരികയല്ലേ, നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഹോളിയൊന്നും അത്ര ഇല്ലയെന്ന് മുമ്പത്തെ കാലത്തൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന സമയമാണ്. ഞാൻ മിക്കവാറും ഔട്ട് ഓഫ് കേരള ആയതുകൊണ്ട് ഞാൻ എല്ലാ ആഘോഷങ്ങളും മുമ്പേ ആഘോഷിക്കുകയായിരുന്നു. ഹോളി, ദിവാലി അങ്ങനെയെല്ലാം. അപ്പോൾ ഹോളിക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ട് അവർ ഗുജിയ എന്നുള്ളൊരു സ്വീറ്റ്സ് ഉണ്ടാക്കും. അതവർക്ക് നിർബന്ധമാണ്. വേറെ എല്ലാ സ്വീറ്റ്സിൻ്റെ കൂടെയും ഗുജി എന്തായാലും അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ആ ഗുജിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത്. കാരണം പല രീതിയിൽ എല്ലാവരും ഗുജി ഉണ്ടാക്കും. ചിലർ റോസ്റ്റഡ് റവ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ മാവ കോയ എന്ന് പറഞ്ഞിട്ടുള്ള പാൽക്കട്ടി യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കും. പക്ഷെ ഞാനിവിടെ പാൽക്കട്ടിക്ക് പകരം ഗീയിൽ റോസ്റ്റ് ചെയ്ത റവയും കുറേ വേറെയുള്ള സാധനങ്ങളുമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. അത് നിങ്ങൾ കണ്ടു നോക്കാം. എനിക്ക് പൊതുവെ അത്ര അങ്ങനത്തെ ഡയറി പ്രോഡക്ട്സ് അത്ര എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇവിടെ ഐഷു ആയാലും അത്ര അങ്ങനത്തെ കോയ യൂസ് ചെയ്തിട്ടുള്ള അത്ര കഴിക്കില്ല. റീസെൻ്റ്ലി ഇപ്പം ഞാൻ ഗാജർക്ക് ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗാജറിൻ്റെ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ. അത് അവൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. നന്നായിരുന്നു ഹൽവ, പക്ഷേ കൂടുതൽ മിൽക്കി ആയതുകൊണ്ട് ഞാൻ അന്ന് ഒരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇപ്പോൾ കുറേ ദിവസം ഞാൻ വ്ളോഗ് ഇട്ടിട്ട്, അപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗുജി ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? ഹോളി മറ്റന്നാളാണ്. അപ്പോൾ ഞാൻ കളറൊക്കെ വാങ്ങി. ഞങ്ങൾ നോർമലി ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ഹോളിക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ നോർത്തിലൊക്കെ വെച്ചാൽ കുറേ പേര്, നമ്മുടെ നെക്സ്റ്റ് അടുത്തുള്ള വീട്ടുകാർ എല്ലാവർക്കും കളർ ഇട്ടിട്ട് കുറേ ഗ്യാതറിങ്ങും. ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെച്ചാൽ മോസ്റ്റ്ലി ഇവിടെ മലയാളികളാണ്. നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, കുറച്ച് കുറവാണ് നോർത്ത് ഇന്ത്യൻസ്. കുറേ യങ്സ്റ്റേഴ്സാണ് നോർത്ത് ഇന്ത്യൻസിൽ. അവർ മേ ബി ആഘോഷിക്കുകയായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ പ്രത്യേകിച്ച് ഹോളിയുടെ ആഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിവിടെ ചെറുതായിട്ട് ആഘോഷിക്കും, കളറിടും, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെയാണ് ഹോളിക്ക്? അല്ലാതെ എല്ലാവരും സുഖമായിരിക്കണം. പിന്നെ എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഇടുന്ന വ്ളോഗിന് കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കുക്കിംഗ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. എൻ്റെ വേറൊരു ചാനലുണ്ട്, മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹോം ഷെഫ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട്. അത് മുമ്പ് എനിക്ക് 2 ചാനലുണ്ടായിരുന്നു. രണ്ടും ഞാൻ കുറച്ച് വ്ളോഗ്സൊക്കെ ചെയ്ത് കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോസ് ഇനി ഇടാൻ തുടങ്ങണമെന്ന്. ഇന്ന് എന്തായാലും ഇടുന്നില്ല, പക്ഷെ ഞാൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്യും. അതിൽ വെറും എൻ്റെ കുക്കിംഗ് വീഡിയോ ആയിരിക്കും വരിക. അപ്പോൾ അതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഇതൊക്കെ മലയാളത്തിലാണല്ലോ എൻ്റെ വ്ളോഗ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവണ പോലെ ഞാൻ ഇംഗ്ലീഷിലാണല്ലോ ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ ഇംഗ്ലീഷിലാണ് ആ വ്ളോഗ് ഇടാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് എനിക്കറിയാവുന്ന കുക്കിംഗ്. എനിക്കിപ്പോൾ പൊതുവെ കുക്കിങ്ങിൽ ഓവർ ഇൻട്രസ്റ്റ് ആണ്. കഴിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഓവർ ഇഷ്ടമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും, അതായത് പിന്നെ നമ്മുടെ മുമ്പത്തെ അമ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഉണ്ടാക്കി കാണിക്കാനും ഇഷ്ടമാണ്. സോ ഞാൻ അതിടുന്ന സമയത്ത് ഞാൻ ആ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ ഞാൻ ഒന്ന് റെഡിയായിട്ട് ഞാൻ എൻ്റെ ഹോളിയൊക്കെ ഇപ്പോൾ എൻ്റെ ഡ്രസ്സിലായാലും എല്ലാ കളറും ഉണ്ട് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എല്ലാ കളറും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ കളേഴ്സിൻ്റെ ഫെസ്റ്റിവലായ ഹോളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗുജി ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ മിക്കവാറും ഇന്നെനിക്ക് ഇടാൻ പറ്റും തോന്നില്ലേ. അപ്പോൾ ഞാൻ നാളെ ഇടും, മറ്റന്നാളിലെ ഹോളി. അപ്പോൾ നിങ്ങൾക്കും ആ ഹോളിക്ക് വേണ്ടിയിട്ട് ഈ ഗുജി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. സോ സി യു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഗുജി ഉണ്ടാക്കാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഗുജിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൈദ, തേങ്ങ ചിരകിയത്, ഷുഗർ പൊടിച്ചത്, പിന്നെ കാഷ്യൂനട്ട്, റോസ്റ്റഡ് കാഷ്യൂനട്ടാണ് ഞാൻ എടുത്തത്. എൻ്റെ അടുത്ത് പ്ലെയിൻ ഇല്ലായിരുന്നു. സോ റോസ്റ്റഡ് കാഷ്യൂനട്ടാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ കിസ്മിഷ് എടുത്തു, ബദാം, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ സോൾട്ട്, ഇത്രയും. പിന്നെ നെയ്യ് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ഒന്നും ഇടാതെ തന്നെ ഓയിലിടാം, അല്ലെങ്കിൽ ഗീ ഇടാം. എന്താ ഒരു ക്രിസ്പിനെസ്സും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇവിടെ ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല. നോർമലി എല്ലാവരും അങ്ങനെയൊക്കെ യൂസ് ചെയ്യും.
പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭംഗിയും ടേസ്റ്റും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ബോഡി. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇത് ഇനി കുഴച്ച് വെക്കാൻ പോവാണ്. കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തു, പിന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ട് മൈദ ഏകദേശം ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. എത്ര വേണമെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഒരു മെഷർമെൻറ്റ് ബേസിസിലല്ല ഈ ഗുജിയ ഉണ്ടാക്കണേ. സോ ലെറ്റ്സ് സീ. അപ്പോൾ എൻ്റെ ഡോ തയ്യാറായി കഴിഞ്ഞു. ഇത് ഞാൻ നെയ്യും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചത്. എന്തൊരു സ്വീറ്റ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മളൊരു കുറച്ചൊരു നുള്ളു ഉപ്പ് അതിലിടുന്നത് നല്ലതാണ്. അതായത് ടേസ്റ്റിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യും, നമുക്ക് നല്ല ടേസ്റ്റ് വരും അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ. ഏതൊരു സ്വീറ്റ് ഡിഷായാലും, പായസം അല്ലാതെ പായസത്തിൽ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെയ്യിൽ ഞാൻ കുറച്ച് റവ, അതായത് സൂചി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം. അതായത് ഗുജിയ, ഇത് കുറച്ചൊരു വലിയ ഗുജിയാണ് ആവുക. കാരണം എൻ്റെ ഗുജിയ മേക്കർ കുറച്ചൊരു വലുതാണ്. അപ്പോൾ ഒരു വലിയ ഗുജിയാണ്. അപ്പോൾ എത്ര ഗുജിയാണ് എനിക്ക് വേണ്ടത് അത്രയും ഞാൻ ഉണ്ടാക്കുള്ളൂ. റെസ്റ്റ് ഞാൻ മേ ബി എടുത്ത് വയ്ക്കായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഗുജിയ പരത്തി എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ കടായി ഞാൻ ഗ്യാസ് ഞാൻ ഓൺ ചെയ്തിട്ട് വെച്ചു. കടായും ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ അതിൽ വേണ്ടത്ര ഓയിൽ പോർ ചെയ്യണമായിരിക്കും. പിന്നെ നെയ്യിലായാലും നെയ്യിലുണ്ടാക്കുന്നവർക്ക് നെയ്യിലുണ്ടാക്കാം. പക്ഷെ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഓർഗാനിക്. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ വെറും ഡോ മാത്രം പരത്തി എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ ഗുജിയ മേക്കർ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ വലുതായിട്ട് തന്നെ എനിക്കിത് പരത്തേണ്ടി വരും. എന്നാലേ ഇതിലത് ഫിറ്റ് ആവുള്ളൂ. അതായത് ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല റൗണ്ട് ചെയ്യണേൽ, റൗണ്ട് ആക്കണേൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. പിന്നെ ഗുജിയുടെ ഷേപ്പ് റൗണ്ട് അല്ലല്ലോ വരാൻ പോണത്. സോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിക്കേണ്ടി വരും, കാരണം അത് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്ര ഓയിൽ ഒഴിച്ച് നോക്കുകയാണ് ഫസ്റ്റ്. പിന്നെ ഫോണോട് ഞാൻ ഈ ഡോനെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക്, ഇത് പോരാട്ടോ ഇതിൻ്റെ വലിപ്പം. അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കാം, എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇതിൽ റോസ്റ്റഡ് റവ ഇട്ടുണ്ട്, കോക്കനട്ട്, ഓൾ ദ നട്ട്സ് ഇട്ടുണ്ട്, ഏലക്ക പൗഡർ ഇട്ടുണ്ട്. അപ്പം ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഈ ഗുജിയുടെ ഉള്ളിൽ, ഞാൻ ആ ഗുജിയ മേക്കർ യൂസ് ചെയ്യില്ല, കാരണം ഇറ്റ്സ് ടു ബിഗ് ആണ്. അപ്പോൾ അതൊരു കഴിക്കാൻ ടേസ്റ്റ് ഇല്ല എന്നുള്ളത് തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസൈൻ ഞാൻ ഇങ്ങനെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഹൽവായി ആൾക്കാർ ഇപ്പോൾ ഉണ്ടാക്കണ ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ കാണില്ലേ, അവരിങ്ങനെ മെഷീൻ യൂസ് ചെയ്തല്ല ചെയ്യണത്. ഞാൻ വിചാരിച്ചു ഞാൻ ഗുജിയ മേക്കർ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നി ഇതായിരിക്കും പെർഫെക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഗുജിയ, ഹാപ്പി ഹോളി, ആദ്യത്തെ ഗുജിയ ഉണ്ടാകാൻ പോവാണ്. സോ ലെറ്റ്സ് സീ. ഇപ്പം എൻ്റെ ഗുജിയ എല്ലാം ഉണ്ടാക്കി റെഡിയായി. അതായത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനേ ബാക്കിയുള്ളൂ. പരത്തിയെല്ലാം നിറച്ചെടുത്തു. ഞാൻ ആ മറ്റേ ഗുജിയ മേക്കർ യൂസ് ചെയ്തില്ല, കാരണം അത് ടു ബിഗാണ്. അപ്പോൾ അതിൽ 2 ഗുജിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നിറച്ച് കൈകൊണ്ട് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ ഒരു ഡിസൈനാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസൈനാക്കി. അപ്പോൾ ഇത് എനിക്ക് കൂടുതൽ ഭംഗിയായി തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് കൂടുതൽ ഭംഗിയുണ്ടെന്നല്ലേ തോന്നുന്നത്? അപ്പോൾ ഇനി ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഫ്രൈ ചെയ്തെടുക്കും. തിളച്ച് ഇങ്ങനെ എണ്ണയിൽ നമ്മൾ ഇട്ടതിന് ശേഷം, പിന്നെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ കുക്കിൽ വെക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ട് നന്നാവുള്ളൂ.
ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ശരിക്കും നമ്മൾ കോയ എന്ന് പറയുന്നത്, അതായത് കോയ മാവ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പാല് കട്ടിയാക്കിയിട്ടുള്ളൊരു ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൈറ്റ് ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ ക്രീമിഷ് കളറിൽ തിക്കായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് അവൈലബിൾ ആണ്. അത് നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതും ഇതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ടേസ്റ്റി. മിൽക്കി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. നമ്മളിപ്പോൾ പേടയും ഇതൊക്കെ ഉണ്ടാക്കണ സെയിം സാധനം തന്നെ. അപ്പോൾ ഞാനിതിവിടെ യൂസ് ചെയ്തിട്ടില്ല. നോർമലി ഞാൻ ചില സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഈ ബേബിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ പേട ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇത് മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉള്ളിൽ വേവണം എന്നുള്ളതുള്ളതുകൊണ്ടേ കുറച്ച് ഞാൻ ഒന്നിങ്ങനെ കൂട്ടി വെച്ച് ഒന്നും കൂടി ഒന്ന് ഹീറ്റ് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഞാൻ അതിനെ കുറച്ച് വെക്കും. കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഞാനിപ്പോൾ. ഞാൻ ഭുജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഭയങ്കര ടയേർഡായിട്ടോ, കാരണം ചൂട് പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഗുജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര മഴ. ഞാൻ വിചാരിച്ചു സമാധാനമായി, ചൂടിനൊരു ആശ്വാസമായി എന്ന് വിചാരിക്കുമ്പോൾ വെറും 5 മിനിറ്റ് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഗുജിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് കഴിച്ചു നോക്കാൻ ഇറ്റ്സ് വെരി ടേസ്റ്റി. ഫസ്റ്റ് ഒരു ഗുജിയ ഞാൻ ട്രൈ ചെയ്തു. ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഗുജി ഇറ്റ്സ് വെരി ടേസ്റ്റി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ടിപ്പ്, ഒരു കോയ അല്ലെങ്കിൽ മാവ എന്ന് അറിയപ്പെടുന്ന ആ മിൽക്കിൻ്റെ ഒരു സോളിഡ് അത് നിങ്ങളിതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ടേസ്റ്റ് കിട്ടും. എനിക്ക് പേഴ്സണലി ഞാൻ അത്ര ഡയറി പ്രോഡക്റ്റ് അത്ര യൂസ് ചെയ്യാറില്ല. സോ നിങ്ങളെല്ലാവരും ഹോളി സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ കുറേ ആഘോഷങ്ങൾ, നമുക്ക് വെറും ഓണം വിഷു മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വിചാരിക്കണ ഇതൊന്നും നമ്മുടെ ആഘോഷമല്ല. ദീപാവലി, ഹോളി അതൊക്കെ നമ്മുടെ ആഘോഷമാണോ? അതൊക്കെ നോർത്ത് ഇന്ത്യൻസിൻ്റെ അല്ലേ ഗൈസ്? നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ അങ്ങനെ ഒന്നുമില്ല. വി ആർ ഇന്ത്യൻസ്. നമ്മൾ August 15th സെലിബ്രേറ്റ് ചെയ്യേണ്ട ഇൻഡിപെൻഡൻസ് ഡേ, നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏതൊരു ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളത് ചെയ്യണം, നമ്മൾ ചെയ്തിരിക്കണം. സോ നിങ്ങളെല്ലാവരും ഓടിപ്പോയിട്ട് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് സ്വിഗ്ഗി ആപ്പ് കൂടെയോ ബിഗ് ബാസ്ക്കറ്റ് കൂടെ ഇപ്പോൾ BB Now ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്തു 5 മിനിറ്റ്സിനകം അവർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോറിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. സോ പ്ലീസ് എല്ലാവരും കളർ വാങ്ങണം. എല്ലാവരും ഹോളി. എൻ്റെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഹോളി. അങ്ങോട്ട് നോക്കാം. ഞാൻ കുറേയിട്ട് എൻ്റെ ബാൽക്കണി നിങ്ങൾക്ക് കാണിച്ചു തരാറില്ല. മുമ്പ് ഞാൻ എപ്പോഴും വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാൽക്കണി കാണിക്കാൻ നോക്കി. ഇപ്പോൾ അവിടെ മഴ പെയ്തിട്ട് ഇപ്പോഴും മഴക്കാറുണ്ട്. പക്ഷെ മഴ നമ്മളെ ഒന്ന് പറ്റിച്ചു എന്നാണ് പറയാം. പറ്റിച്ചു എന്നുള്ള പോലെയാണ് ഉള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗംഭീര മഴയായിരുന്നു. പക്ഷെ മഴ എന്ത് ചെയ്തു? നമ്മളെ പറ്റിച്ചു. 5 മിനിറ്റ് പെയ്തു. നിങ്ങൾക്ക് അവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കാണാം. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്തോളൂ. കാണാം. നിങ്ങൾ വിചാരിക്കേണ്ട ഇനിയൊരു വ്ളോഗ് ഞാൻ കുറേ ഗ്യാപ്പ് എടുത്തിടുന്നു. ഞാൻ ട്രൈ ചെയ്യാം അധികം ഗ്യാപ്പില്ലാതെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് വ്ളോഗ് ഇടാൻ ഇഷ്ടമാണ്. പക്ഷേ ആ എടുക്കേണ്ട ഒരു മടിയോണ്ടാണ് ഞാൻ ഇടാൻ മടിക്കുന്നത്. പക്ഷെ ഞാൻ അധികം വൈകാതെ വേറൊരു വ്ളോഗായിട്ട് വരും. അതുവരയ്ക്കും നിങ്ങൾ ഈ വ്ളോഗ് വാച്ച് ചെയ്തിട്ട് എൻജോയ് ചെയ്യണം. സോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത്. നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടിൽ ദെൻ ബൈ.